നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ മൂലം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മൂലം പൂരാട ഉത്രത്തകാലം ധനുക്കൂറാണ്. അപ്പോൾ ധനുക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം 4ാം ഭാവാധിപത്യം വഹിച്ച് അഷ്ടമത്തിലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ പോയിട്ട് ലഗ്നാധിപതി നിൽക്കുകയും ലഗ്നാൽ 4ാം ഭാവത്തിൽ അലസപ്രേഷി നിര്യാണകാരകനായിരിക്കുന്ന ശനി നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത് കാരണം വീട് വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി കുറച്ച് കഷ്ടപ്പാടൊക്കെ അനുഭവിക്കാൻ യോഗമുള്ളൊരു മാസമാണ്. ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ദൈവാധീനം കുറച്ച് കുറവുള്ള ഒരു മാസമാണ്. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വിശ്രുത ഗുണം എന്ന് പറയുന്ന യോഗം കൂടി ഉള്ളത് കാരണം പേര് കേൾക്കാൻ, കീർത്തി കേൾക്കാൻ യോഗമുണ്ട്. അപ്പോൾ ഈ കീർത്തി കേൾക്കുക എന്ന് പറയുന്നത് ദുഷ്കീർത്തിയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 5ാം ഭാവാധിപതി 7 നിൽക്കുന്ന നേരം പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പുതിയ പ്രേമബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ആലോചന വന്നുകൂടായികയില്ല. പക്ഷേ 4ൽ നിൽക്കുന്ന ശനി വീട് വിട്ട് നിൽക്കാനാണ് യോഗം. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അലസതയും നിരാശയും ടെൻഷനും ഒക്കെയാണ് ഉണ്ടാകുക. വീട് വിട്ട് അന്യദേശത്ത് പോയി തൊഴിലെടുക്കാനൊക്കെ യോഗമാണ്. പക്ഷേ ഇവിടെ ലഗ്നാൽ 10ാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അപ്പം ഭാഗ്യക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഭാഗ്യത്തിനിടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കുക, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. പിന്നെ ഗൾഫ് മേഖലകളിലൊക്കെ ജീവിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം. ലഗ്നാധിപതി അഷ്ടമത്തിൽ പോയി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കൊണ്ട് ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ ചില മുടക്കങ്ങൾ സംഭവിക്കുക, അതേപോലെ തന്നെ മാനസികമായിട്ട് ടെൻഷൻ കണ്ടമാനുണ്ടാകുക. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു അരക്ഷിതാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാധ്യത ഉള്ളൊരു സമയമാണ് ഈ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ. കാരണം ഇവിടെ നിവർത്തി സ്ഥാനാധിപതി നഷ്ടസ്ഥാനത്താണ്, എന്തിനിറങ്ങിയാലും തടസ്സമാണ്. പിന്നെ പുത്രസ്ഥാനാധിപോ പ്രതിഭവനിൽ മാന്നിരാശിച്ചു 5ാം ഭാവാധിപതിയോ അഷ്ടമാധിപതിയോ 7 നിൽക്കുക, അതത്ര നല്ല യോഗമല്ല. അപ്പം ഇങ്ങനെ കുറച്ച് യോഗങ്ങളും വ്യാഴപ്പഴം ഉള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാനായിട്ട് മറക്കരുത്. അതിനോടൊപ്പം തന്നെ കണ്ടകശനി ദോഷമുണ്ട്. അത് കാരണം കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട്, എള്ളുപായസം മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക, പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഭാതൃകദാസ ശൗര്യം എന്ന് പറയുന്ന യോഗമാണ്. സഹായിക്കുന്നവരുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നും. അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജയും രാഹുകേതുക്കളുടെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യാം. ശനി പൂജ ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്തെന്നാൽ കണ്ടകശനി ദോഷത്തെ ചെയ്തുകൊണ്ടാണ് ശനി നിൽക്കുന്നത്. കർമ്മസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശത്രു സ്ഥാനാധിപതി ആയിട്ടാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ശത്രു സ്ഥാനാധിപതി പോയിട്ട് കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ തൊഴിലിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഈ മാസത്തിൽ അത്രയൊരു അനുകൂലാവസ്ഥ പറയാൻ വയ്യ. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല പ്രാർത്ഥന ഉണ്ടാകണം. വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. നേരത്തെ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് നല്ല പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രം വലിയ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ദുരിതങ്ങളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.